ഞാനിന്നൊരു കൊച്ചു വിഷയം പറയുകയാണ്. അതായത് മഴക്കാലമാണ്. ടൂ വീലർ ഉപയോഗിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ രാത്രി കാലങ്ങളിലുള്ള യാത്ര, ടൂ വീലർ യാത്ര കഴിയുന്നത് ഒഴിവാക്കുക. കാരണം മഴയും അതിൻ്റെ കൂടെ നായ് ശല്യവും കാരണം ടൂ വീലർ ഉപയോഗിക്കുന്നവർ ഒരുപാട് പേര് അപകടത്തിൽപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ മഴയത്ത് ഈ വിജനമായ പ്രദേശത്തൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പം ഈ നായ്ക്കൾ റോഡിൻ്റെ മധ്യത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്താൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയേയില്ല. എനിക്കിപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു ഭയങ്കര ഒരു അപകടത്തിൽ നിന്ന് ഞാൻ തലനാഴിലേക്കാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഒരു 10 മണി സമയത്ത് എനിക്ക് വിജനമായ ഒരു റോഡിൽ കൂടെ എനിക്ക് മഴയത്ത് എനിക്ക് സ്കൂട്ടറിൽ യാത്ര ചെയ്ത് വരേണ്ടി വന്നു. സത്യത്തിൽ പട്ടിയുടെ പിറത്ത് കയറുന്നത് വരെ ഞാനിത് അറിഞ്ഞില്ല. ഞാൻ മഴ ആയതുകൊണ്ടും കുറച്ച് സ്പീഡ് കുറച്ചാണ് ഞാൻ വന്നത്. പക്ഷേ പട്ടിയെ ഇടിക്കുന്ന സമയത്ത് പട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത് ഒപ്പം പട്ടിയും കാണുകയാണ്. എന്തോ ഭാഗ്യത്തിന് ഞാൻ റോട്ടിൽ വീണില്ല. സത്യത്തിൽ അന്ന് ഞാൻ റോട്ടിൽ വീണിരുന്നെങ്കിൽ ഇന്ന് ഞാൻ കാണില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് പെരുമഴ, രണ്ടാമത് എനിക്ക് ബ്ലീഡിങ് ടെൻഡൻസി ഉള്ള ആളാണ്. എനിക്ക് കരളൊക്കെ മാറ്റി വെച്ചെങ്കിലും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇപ്പോഴും എനിക്ക് കുറവ് തന്നെയാണ്. അപ്പം മഴയത്ത് വിജനമായ സ്ഥലത്ത് നമ്മൾ ടൂ വീലറിൽ നിന്ന് വീണ് കിടന്നാൽ ആരും കാണുകയില്ല. രാത്രികാലങ്ങളിൽ മഴയായതുകൊണ്ട് ആരും പുറത്തിറങ്ങുകയില്ല. അതുപോലെ ഒരു ബ്ലീഡിങ് ഉണ്ടായാൽ നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബ്ലീഡിങ് നിൽക്കത്തില്ല. അപ്പം നമ്മൾ അവിടെ കിടന്ന് മരിച്ചു പോകത്തതേ ഉള്ളൂ. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. റോഡെല്ലാം നന്നാക്കി ഇട്ടേക്കുകയാണ്. പക്ഷേ റോഡ് അങ്ങോട്ട് നന്നാക്കി തീർന്നപ്പോൾ ഉടനെ തൊട്ട് പുറക്കെ വാട്ടർ അതോറിറ്റിക്കാർ വന്ന് കൃത്യമായിട്ട് അതൊക്കെ വെട്ടിമുറിച്ച് റോഡ് മൊത്തം വീണ്ടും നാശമാക്കിയിട്ടുണ്ട്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വാട്ടർ അതോറിറ്റി ആദ്യം വന്ന് ഈ പണികൾ ചെയ്തിട്ടാണ് റോഡ് നന്നാക്കിയതെന്നുണ്ടെങ്കിൽ ഈ റോഡൊന്നും ഇപ്പോൾ വീണ്ടും മോശമാവില്ല. ഇപ്പോൾ റോഡ് വീണ്ടും എല്ലാ ഭാഗവും കുത്തി കഴിച്ചിട്ട് അവർ കണ്ട കടച്ചാണി അവിടെയും ഇവിടെയും മണ്ണും തൊളിയും ഒക്കെ ആയിട്ട് ഭയങ്കര അപകടത്തിൽ. പണ്ട് റോഡ് നന്നാക്കാതെ കിടന്നിരുന്നപ്പം യാത്ര ചെയ്യുന്നതിനേക്കാളും വളരെ അപകടമാണ് ഇപ്പം. റോഡ് ടാറിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വാട്ടർ അതോറിറ്റി വന്ന് മണ്ണെല്ലാം ഇളക്കി റോഡ് മൊത്തം തൊളിയും വെള്ളവും മണ്ണും ഒക്കെ ആയിട്ട് ഭയങ്കര അപകടകരമായ അവസ്ഥയിൽ പോവുകയാണ്. അതൊക്കെ തെരുവ് നായ്ക്കളുടെ ശല്യമാണ്. തെരുവ് നായ്ക്കളെ ഒന്നും നമ്മളെ പഞ്ചായത്തുകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മനുഷ്യൻ ജീവിച്ചില്ലെങ്കിലും തെരുവ് നായ ഇവിടെ നല്ല സുഭിക്ഷമായിട്ടൊക്കെ ജീവിക്കണമെന്നാണ് കുറേ പട്ടി സ്നേഹികളുടെ അഭിപ്രായം. അപ്പോൾ പട്ടി സ്നേഹികൾ വന്നെന്നാൽ ഇവരെയൊക്കെ കൊണ്ടുപോയി രക്ഷിക്കുമോ? അതുമില്ല. അവരൊക്കെ വലിയ ബംഗ്ലാവിനുള്ളിൽ ഈ വാക്സിൻ, പേവിഷബാധയുടെ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്കാർ നല്ല ഫണ്ടിങ് കൊടുക്കും. അപ്പോൾ ആ ഫണ്ട് കോടിക്കണക്കിന് രൂപയൊക്കെ കൈപ്പറ്റിക്കൊണ്ട് അവരിങ്ങനെ കോടതിയിൽ പോയി തെരുവ് നായ്ക്കൾക്കെതിരെ അനുകൂലമായിട്ട് ഇങ്ങനെ ഓരോ വിധികൾ നേടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അക്രമാസക്തരായ തെരുവ് നായ്ക്കളെയെങ്കിലും കൊല്ലാനുള്ള പെർമിഷൻ വേണമെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഉള്ള 68 പഞ്ചായത്തുകളും കൂടി ഒരുമിച്ച് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് അതിനകത്ത് 90% പഞ്ചായത്ത് അധികാരികളും ആ കേസിനകത്ത് ഒരു പങ്കാളികളാണ്. അവർ കാശ് കൊടുത്തിട്ട് ആ കേസ് ഒരു ദിവസം പോലും വാദിക്കാൻ പറ്റാത്ത വിധം ഇങ്ങനെ എന്താണ് മാറ്റി ഡേറ്റുകൾ മാറ്റി കൊണ്ടുപോവുകയാണ്. അതിന്മേലൊരു നടപടി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ കളക്കോട് നാട്ടുകാരിയാണ്, പുതുക്കുളം പഞ്ചായത്തുകാരിയാണ്. കഴിഞ്ഞ ദിവസം 10ഓളം പേര് 2 ദിവസം കൊണ്ട് ഒരു പേപ്പട്ടി കടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെവിടെയോ ഇപ്പം എവിടെയോ മരിച്ചു കിടന്ന് അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടത്തിന് വിട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് കഥകൾ. പക്ഷേ ടൂ വീലർ യാത്രക്കാർ ശ്രദ്ധിക്കുക. പട്ടിയായാലും മഴയായാലും ഈ വാട്ടർ അതോറിറ്റി വന്ന് റോഡെല്ലാം കുത്തിക്കഴിച്ചിട്ട് വീണ്ടും മണ്ണും തുള്ളിയായിട്ട് ഇട്ടേക്കുന്ന വിധമാണെങ്കിലും ടൂ വീലർകാർക്ക് ഇതൊരു അപകട സമയമാണ്. നിങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. എൻ്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരി അടുത്ത സമയത്ത് ഇന്നലെ ഒരു FB പോസ്റ്റ് ഇട്ടിരുന്നു. അവളുടെ മകൻ അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടി നിന്നുകൊണ്ട് പഠിപ്പിക്കുന്നൊരു മകനാണ്. ആ കുഞ്ഞ് വീണിട്ടൊന്നും എഴുന്നേറ്റിട്ടില്ല, സർജറിയോ മറ്റോ ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഓരോ ദിവസവും നമ്മളത് കേൾക്കുന്നുണ്ട്. ഞാനും ടൂ വീലർ ഉപയോഗിക്കുന്നതാണ്. ഇപ്പം ഞാനും അനുഭവിച്ചത് ഇതാണ്. എല്ലാവരും സൂക്ഷിക്കുക. മഴക്കാലം കഴിയുന്നത് വരെ നമ്മളാരും വീഴാതെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക. ഓക്കെ, എല്ലാവിധ ആശംസകളും.